പിന്നെ ഈ പോകുമ്പം വഖഫ് ഭൂമിയിൽ ചവിട്ടാതെ നോക്കണം. ചവിട്ടിയ പ്രശ്നമാണ്. വഖഫ് ദേ മുനമ്പം. വഖഫ് 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 വഖഫ്. നമസ്കാരം. കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു കരിനിയമത്തിൻ്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളുടെ സ്വത്തുക്കൾ കൈയടക്കുന്ന വഖഫ് ബോർഡ് ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ്. കേന്ദ്ര സർക്കാർ ഈ നിയമം മാറ്റിയെഴുതാനുള്ള എല്ലാ ശ്രമങ്ങളും മറുഭാഗത്ത് നടത്തി വരുന്നുമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് BJPയുടെ ദേശീയ നേതാവും കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കർ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. അതായത് കേരള വഖഫ് ബോർഡിന് കീഴിൽ എത്രമാത്രം സ്വത്തുക്കൾ ഉണ്ട് എന്നൊക്കെ വിവരം പുറത്തുവിടണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതായത് മുനമ്പം വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. മുനമ്പത്ത് ഏതാണ്ട് 600ഓളം കുടുംബങ്ങൾ ഏതാനും ദിവസങ്ങളായി സമരത്തിലാണ്. 10-35 ദിവസമായി അവർ റിലേ നിരാഹാര സമരം അവിടെ നടത്തുന്നുണ്ട്. അവർക്ക് ഒരു സുപ്രഭാതത്തിൽ അവർ വർഷങ്ങളായി താമസിച്ചു കൊണ്ടിരുന്ന ഭൂമി വിട്ടൊഴിഞ്ഞു പോകണമെന്നും അത് വഖഫിൻ്റെ സ്വത്താണ് എന്നും അവകാശപ്പെട്ടുകൊണ്ടൊരു നോട്ടീസ് ലഭിക്കുന്നു. അവരുടെ ഭൂമിയിലുള്ള റവന്യൂ അധികാരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവർക്ക് നികുതി അടയ്ക്കാൻ കഴിയുന്നില്ല. അവരുടെ പക്കൽ നിന്നും നികുതി വാങ്ങരുത് എന്ന് വില്ലേജ് ഓഫീസർമാർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം എത്തുന്നു. ഇതോടുകൂടിയാണ് ഇത്രയധികം കുടുംബങ്ങൾ കുടിയിറക്കൽ ഭീഷണിയിലാണ് എന്ന് മനസ്സിലാക്കുന്നതും അവർ സമര രംഗത്തേക്ക് ഇറങ്ങുന്നതും. അങ്ങനെയാണ് വഖഫ് ബോർഡിനെ കുറിച്ചും വഖഫ് ബോർഡിൻ്റെ ഈ കരിനിയമത്തെക്കുറിച്ചും വഖഫ് ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള ഭൂമി കൈയടക്കൽ ശ്രമങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ അറിയുന്നത്. മുനമ്പം മാത്രമല്ല, ധാരാളം പ്രദേശങ്ങൾ ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ച് വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ വഖഫ് ബോർഡിന് എത്ര സ്വത്തുക്കൾ ഉണ്ട് എന്ന് പുറത്തുവിടണം എന്ന് BJP നേതാവ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഇതാ പുറത്തുവിടുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്. അതായത് 53,290 ഭൂസ്വത്തുക്കളാണ് കേരള വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ളത്. ഇതിൽ 10,841 എണ്ണം കൃഷിഭൂമിയാണ്. പ്രതീക്ഷിച്ചതുപോലെ മലപ്പുറം ജില്ലയാണ് ഈ വഖഫ് സ്വത്തുക്കളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 21,537 സ്വത്തുക്കൾ. രണ്ടാം സ്ഥാനത്തുള്ള ഇടുക്കിക്ക് പക്ഷേ 227 സ്വത്തുക്കളേ ഉള്ളൂ. കാർഷിക ഭൂമിക്ക് പുറമെ 28,256 പ്ലോട്ടുകൾ, 936 കെട്ടിടങ്ങൾ, 90 വീടുകൾ, 788 ഷോപ്പുകൾ, 173 സ്കൂളുകൾ, ഇതെല്ലാം കേരള വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കളിൽ പെടും. 12,000 സ്ഥാപനങ്ങളാണ് ഈ വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2024 നവംബർ മാസം 13 വരെ ഇപ്പോഴും രജിസ്ട്രേഷൻ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇനി പറയാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് ഈ സ്വത്തുക്കളെല്ലാം വഖഫ് ബോർഡ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നില്ല. ഈ സ്വത്തുക്കളൊന്നും വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുമല്ല. ഇതിൽ 39,708 സ്വത്തുക്കൾ മാനേജ്മെൻറ്റ് കമ്മിറ്റികളുടെ പേരിലാണ്. വിവിധ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ പേരിലാണ് ഈ 39,000-ഓളം വരുന്ന സ്വത്തുക്കൾ. 11,752 എണ്ണം മുത്തവല്ലികളുടെ പേരിലാണ്. 748 എണ്ണം അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ്. 1,350 സ്വത്തുക്കൾ അനാഥമായി കിടക്കുകയും ചെയ്യുന്നു. കൃത്യമായി പറഞ്ഞാൽ കേരള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ കയ്യിൽ ഒരു ചില്ലിക്കാശിൻ്റെ ഭൂമിയില്ല. ഇതാണ് വസ്തുത. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതായത് വഖഫ് ബോർഡിൻ്റെ കയ്യിൽ ഒരു സ്വത്തുക്കളുമില്ല. ഇതെല്ലാം പല പല മാനേജ്മെൻറ്റ് കമ്മിറ്റികളുടെയും മുത്തവല്ലികളുടെയും ഒക്കെ കീഴിലാണ്. അതേസമയം ഈ പറയുന്ന സ്വത്തുക്കളുടെ എല്ലാം 7% റിട്ടേൺ ഓരോ വർഷവും വഖഫ് ബോർഡിന് കൊടുക്കുകയും വേണം. അങ്ങനെയാണ് ഈ വഖഫ് സംവിധാനം കേരളത്തിൽ തഴച്ചു വളരുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സ്വത്തുക്കളിൽ 1008 എണ്ണമാണ് നിയമവ്യവഹാരങ്ങളിൽ പെട്ടുകിടക്കുന്നത്. അതായത് മുനമ്പം നിവാസികളെ പോലെ പലരുടെയും ഭൂമി കൈയിട്ട് വാരാൻ നോക്കി കേസിലകപ്പെട്ട് കിടക്കുന്നത് 1008 സ്വത്തുവകകളാണ്. ഇതിൽ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള തർക്കമുള്ളത്. 176 എണ്ണം.
മുനമ്പം ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയിൽ 158 കേസുകളാണ്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവ്, 3 കേസുകൾ മാത്രമാണ് ഇടുക്കി ജില്ലയിൽ. ബാക്കി ആലപ്പുഴയിൽ 52, കണ്ണൂരിൽ 98, കാസർഗോഡ് 34, കൊല്ലം 71, കോട്ടയം 34, മലപ്പുറം 139, പാലക്കാട് 70, പത്തനംതിട്ട 11, തിരുവനന്തപുരം 65, തൃശ്ശൂർ 92, വയനാട് 5 എന്നിങ്ങനെയാണ് കേസുകളുടെ എണ്ണം. ഈ കേസുകളിലെല്ലാം മറുഭാഗത്ത് അമുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളുമുണ്ട്. ഒരു പക്ഷേ അവരാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വഖഫ് സംവിധാനം ഒന്നാകെ ഉടച്ചു വാർക്കേണ്ടതിൻ്റെ ഒരു പ്രസക്തി എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയാണ്. മുനമ്പം മാത്രമല്ല, ആയിരക്കണക്കിന് ജനങ്ങൾ ഇത്തരത്തിലുള്ള വഖഫ് അധിനിവേശത്തിന് ഇരകളാണ് എന്ന് പുറത്തു കാണിക്കുന്ന ഒരു കണക്കുകളാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. ഇങ്ങനെ സുതാര്യമില്ലാത്ത ഒരു സംവിധാനത്തിലൂടെയാണ് ഇന്ത്യ ഒട്ടുക്കുമുള്ള വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ വഖഫ് നിയമം 1954 ഉണ്ടാക്കുകയും 1995-ലും 2013-ലുമൊക്കെ ഭേദഗതി ചെയ്യപ്പെടുകയും ചെയ്ത ഈ നിയമത്തിൽ വലിയൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്ന് സർക്കാർ വിചാരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇത്തരത്തിൽ യാതൊരു സുതാര്യതയുമില്ലാതെ വഖഫ് ബോർഡുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൽ പാവങ്ങളുടെ ഭൂമിയുണ്ട്. ഇപ്പോഴും നിരവധി ആളുകൾ കുടിയിറക്കൽ ഭീഷണി നേരിടുകയാണ്. ഈ നിയമം പൊളിച്ചെഴുതുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദില്ലിയിൽ ആരംഭിച്ചത് മുതൽ വിവിധ വഖഫ് ബോർഡുകൾ ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു എന്ന് പറഞ്ഞ് പാവങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ വഖഫ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.